ജൂബിലി വർഷത്തിന്റെ ആരംഭത്തിൽ തുറന്ന റോമിലെ ബസിലിക്കകളിലെ 3 വിശുദ്ധവാതിലുകൾ അടച്ചു. ഡിസംബർ 25-ന് മേരി മേജർ ബസിലിക്കയിലെയും ഡിസംബർ 27-ന് ജോൺ ലാറ്ററൻ ബസിലിക്കയിലെയും ഡിസംബർ 28-ന് റോമൻ മതിലുകൾക്ക് പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്കയിലെയും വിശുദ്ധവാതിലുകൾ പ്രത്യേക തിരുക്കർമ്മങ്ങളോടെ അടയ്ക്കപ്പെട്ടു. ജനുവരി 6-ന് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ വിശുദ്ധവാതിലുകൾ അടയ്ക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ലയോ 14 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 25 വ്യാഴാഴ്ച മേരി മേജർ ബസിലിക്കയിൽ നടന്ന വിശുദ്ധവാതിൽ അടയ്ക്കുന്ന ശുശ്രൂഷകളിൽ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റായ കർദിനാൾ റൊളാൻഡസ് മാക്രിസ്കസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ പുൽത്തൊട്ടിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെടുന്നത് ഈ ബസിലിക്കയിലാണ്. 2025 ജനുവരി 1 തീയതിയാണ് ഈ ബസിലിക്കയിലെ വിശുദ്ധവാതിൽ തുറക്കപ്പെട്ടത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം 2 കോടിയിലധികം ആളുകളാണ് ജൂബിലി വർഷത്തിൽ ഈ വിശുദ്ധവാതിൽ കടന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരം പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടതും ഈ ബസിലിക്കയിലാണ്. രണ്ടാമതായി അടക്കപ്പെട്ട വിശുദ്ധവാതിൽ വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്കയിലേതാണ്. ഡിസംബർ 27 ശനിയാഴ്ച രാവിലെ 11-ന് നടന്ന ചടങ്ങുകളിൽ റോം രൂപതയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ വികാർ ജനറൽ കൂടിയായ കർദിനാൾ ബാൾഡോ റെയ്ന മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂബിലി വർഷങ്ങളുടെ ചരിത്രത്തിലാദ്യമായി തുറക്കപ്പെട്ടത് ഈ ബസിലിക്കയിലെ വാതിലാണ്. മൂന്നാമതായി അടയ്ക്കപ്പെട്ടത് റോമൻ മതിലുകൾക്ക് പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്കയിലെ വിശുദ്ധവാതിലാണ്. ഡിസംബർ 28 ഞായറാഴ്ച നടന്ന ചടങ്ങിൽ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റായ കർദിനാൾ ജെയിംസ് മൈക്കിൾ ഹാർവേ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേജർ പേപ്പൽ ബസിലിക്കകളിലെ വിശുദ്ധവാതിലുകളിൽ അവസാനമായി അടയ്ക്കപ്പെടുക വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ വാതിലായിരിക്കും. ജനുവരി 6 തീയതി ചൊവ്വാഴ്ച നടക്കുന്ന പ്രസ്തുത തിരുക്കർമ്മങ്ങളോടെ ജൂബിലി വർഷം അവസാനിക്കും. എപ്പിഫാനി തിരുനാളിന്റെ കൂടി ഭാഗമായി രാവിലെ 9:30 ആരംഭിക്കുന്ന ദിവ്യബലിയിൽ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 2024 ഡിസംബർ 24-ന് ഫ്രാൻസിസ് പാപ്പയാണ് ജൂബിലി വർഷാരംഭത്തിന്റെ ഭാഗമായി ഈ വിശുദ്ധവാതിൽ തുറന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.